മോണരോഗത്തിന് കാരണം എന്താണ്? ഡോക്ടറെ, എൻ്റെ പല്ലെല്ലാം പ്രശ്നമാണ്, എൻ്റെ വീട്ടുകാരുടെയും പ്രശ്നമാണ്, എൻ്റെ പ്രായമുള്ള അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയൊക്കെ പല്ലൊക്കെ ഇളകിപ്പോയി, അതുപോലെ വയസ്സാകുമ്പോൾ ഇളകിപ്പോകുന്ന ഒരു സാധനമാണെന്നാണ് മോണരോഗത്തെപ്പറ്റി പലരും പല്ല് ഇളകി പോകണം എന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. പിന്നെ മോണരോഗം വരാൻ ഒരു കാരണവും വേണ്ട, വെറുതെ വരും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. മോണരോഗത്തിന് ചില കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ കാരണം നമ്മുടെ ശുചിയില്ലായ്മ, അഥവാ വായ വൃത്തിയാക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് കാൽക്കുലസ് പിടിച്ച് കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്ക് പോലെയാണ്. ആ ചോക്കിനകത്തേക്ക് നമ്മൾ വെള്ളം കഴിച്ചാൽ, നമ്മൾ പാൽ കുടിച്ചാൽ ഇതെല്ലാം ആ ചോക്കിലേക്ക് വലിച്ചെടുത്തിട്ട് അവിടെ ഇരുന്ന് പയ്യെ അത് അവിടെ ഇരുന്ന് ഡൈജസ്റ്റ് ആവും, അഥവാ അത് അവിടെ ഇരുന്ന് പയ്യെ അത് ഡൈജസ്റ്റ് ആയി അതിനകത്തുനിന്ന് ചില മെറ്റീരിയൽസ് എല്ലാം വരും. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഗംസിന്. സ്ഥിരമായിട്ട് കെമിക്കൽസ് വരുന്നത് നമ്മുടെ ഗംസിന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സ്ഥിരമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോഴും പകലും ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇറിറ്റേറ്റിംഗ് ആകുമ്പോൾ ഗം അവിടെ നിന്ന് മാറിക്കൊടുക്കും. അവിടെ ശല്യം ചെയ്യുന്നവനെയൊക്കെ അതിനോട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഗം അവിടെ നിന്ന് മാറിക്കൊടുക്കും. അതാണ് മോണ ഇറങ്ങിപ്പോകുവാൻ, മോണ വീർത്ത് വരുവാൻ, മോണയ്ക്ക് അത് കുറേ നേരമൊക്കെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നീരൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ശുചിയില്ലായ്മ കൊണ്ട് വരുന്ന മോണരോഗമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ ഇങ്ങനെ ചില പല്ലുകളൊക്കെ, പുറകുവശത്തെ പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ പല്ലുകൾക്ക് ഇളക്കം വരും. ഫ്രണ്ടിലത്തെ പല്ല് ഇളകുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഫ്രണ്ടിലത്തെ പല്ല് ഇളകുമ്പോഴത്തേക്ക് എനിക്ക് മോണരോഗമാണ് ഡോക്ടറെ, എനിക്ക് എങ്ങനെയും ശരിയാക്കണം, ഫ്രണ്ടിലത്തെ പല്ല് ഇളകുകയാണ്, അത് ശരിയാക്കി തരണം. അപ്പോൾ അന്നേരം നമ്മുടെ അടുക്ക വരുമ്പോൾ പറയും, അതെ പുറകുവശത്തെ പല്ലുകളൊക്കെ പോയതുകൊണ്ടാണ്. അതൊന്നും വെക്കേണ്ട, ഫ്രണ്ടിലത്തെ പല്ല് ഇളകിയിട്ട് ആകെ മെനക്കേടാ, അത് പറ്റില്ല. കാരണം പുറകിലത്തെ പല്ലുകൾ നഷ്ടമാകുന്നതുകൊണ്ട് അതിൻ്റെ ലോഡ് മുഴുവൻ ഫ്രണ്ടിലേക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്താണ്? നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വയറിന് ഇറിറ്റേഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായിലേക്ക് പുകളിച്ചത് കിട്ടി വരിക, അങ്ങനെ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില മോണരോഗങ്ങളുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി മുതലായവ വരുന്നതുകൊണ്ട് മോണരോഗമുണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, ചില ആളുകൾക്ക് ഭയങ്കര, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വളരെയധികം ഹോർമോണൽ ചേഞ്ചസ് വരികയും അതുകൊണ്ടുണ്ടാകുന്ന മോണരോഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ചിലർക്ക് വരാം, പ്രീ പ്യൂബർട്ടലായിട്ട് ചിലർക്ക് വരാം. അത് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണയിലേക്ക് ഈ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് വീർത്ത് വരാം, അല്ലാതെ പല്ല് ഇളകി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മോണരോഗം ആ സമയത്ത് ചികിത്സിക്കാതിരിക്കാതിന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ സമയം കഴിയുമ്പോഴത്തേക്കും അത് വലുതായി പോകാനും, പിന്നെ അതിനു വേണ്ടി ചിലർ പലതരത്തിലുള്ള മരുന്നൊക്കെ കയറ്റി വയ്ക്കും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്നാണ് ചിലർ പറയുക, അതിന് ഇന്ന സാധനം ചെയ്യും, അതിന് ബൈകാർബണേറ്റ് ഉപയോഗിക്കും, മറ്റത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വായ പൊള്ളിപ്പോയിട്ടുണ്ടാകുന്ന മോണരോഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ പലതരത്തിലുള്ള മോണരോഗങ്ങളുണ്ട്. എന്ത് മോണരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുകയാണ്. ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ മോണ ഇറങ്ങി പോകുക, അല്ലെങ്കിൽ മോണ വീർത്ത് വരിക എന്നുള്ളത്. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാലും എത്രയും വേഗം ഡോക്ടറെ കാണുക. ഇനി അടുത്ത ലക്ഷണം പല്ലിളകാൻ തുടങ്ങുക. ഇപ്പോഴും പല്ല് പറിച്ച് കളയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പല്ലിളകി തുടങ്ങിയാൽ പോലും പല്ലിനെ ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.